ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1710. ഇന്ന് സെപ്റ്റംബർ മാസം 5-ാം തീയതി 249-ാമത്തെ ദിവസത്തിലെത്തി. എട്ടുനോമ്പിന്റെ 5-ാം ദിനമാണ് ഇന്ന്. രക്ഷകന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ ആദ്യ വാക്കുകൾ ശരിക്കും ഒരു ചോദ്യമായാണ് മാറിയത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് വിശുദ്ധനായ ലൂക്കോസ് അത് രേഖപ്പെടുത്തുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്ന ദൈവദൂതനോട് പോലും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കാൻ മാത്രം ധൈര്യവും യുക്തിബോധവുമുള്ള പെൺകുട്ടിയാണ് താനെന്ന് മറിയം തെളിയിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കാതിരുന്നെങ്കിൽ എന്നതിനേക്കാൾ ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ മറിയെ കൂടുതൽ സ്നേഹിക്കേണ്ടത്. നല്ല ഉത്തരങ്ങളെക്കാളും നല്ല ചോദ്യങ്ങളാണ് നമുക്കിടയിൽ നിന്ന്, ക്ലാസ് മുറികളിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. ഇന്നാവട്ടെ അധ്യാപക ദിനവും കൂടിയാണ്. ഭൂമിയിലെ എല്ലാ നല്ല ഗുരുക്കന്മാരെയും ആദരവോടും സ്നേഹത്തോടും നമുക്ക് പ്രണമിക്കാം, കരങ്ങൾ കൂട്ടാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വലിയ മനുഷ്യന്റെ ജന്മദിനമാണ്. നല്ല ഉത്തരങ്ങളെക്കാൾ നല്ല ചോദ്യങ്ങൾ ഉയരട്ടെ. ചോദ്യം ചോദിക്കുന്ന ആളുടെ നേരെ നെറ്റി ചുളിക്കുക, അവരെ എങ്ങനെയും ഉന്മൂലനം ചെയ്യുക. അത്തരം പ്രവണതകൾ സമൂഹത്തിലായാലും മതത്തിലായാലും വളർന്നു വരുന്നത് എത്രയോ അപകടകരമാണ്. ചോദ്യം ചോദിക്കുന്നവരെ എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷമയോടുകൂടി ഒന്ന് പരിഗണിക്കാൻ പറ്റാതെ പോകുന്നത്? എന്തായാലും ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസങ്ങള് അന്ധവിശ്വാസങ്ങളാണെന്ന് തിരിച്ചറിയണം. ആചാരങ്ങളൊക്കെ അനാചാരങ്ങളായി മാറുമെന്നും അതിലെ അനുയായികളൊക്കെ വേഗം അടിമകളായി ക്രമേണ അധപ്പതിക്കുമെന്നും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ സ്വന്തം തലച്ചോറ് ആർക്കും ഒന്നിനും അങ്ങനെ വെറുതെ അടിയറവ് വെച്ചുകൂടാ. മറിയം ചോദിച്ചതാണ്, ഇതെങ്ങനെ സംഭവിക്കും? ജീവിതത്തില് നമ്മളും കുറച്ച് യുക്തിയോടുകൂടി വിവേകത്തോടുകൂടി ഇടപെടണ്ടേ? എല്ലാത്തിനോടും ഒക്കെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിപ്പാനും കൂടി നമ്മളൊന്ന് പഠിക്കുകയും പരിശീലിക്കുകയും വേണം. സൗഹൃദങ്ങളിലൊക്കെ കുറെ കൂടി നമ്മൾ അത്തരമൊരു വിവേകവും യുക്തിബോധവും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം വലിയ ആപത്തിലെത്തുന്നതിന് മുമ്പ് നമുക്ക് ചില സൗഹൃദങ്ങളിൽ നിന്ന് പണ്ടേ രക്ഷപ്പെടാമായിരുന്നു. വലിയ ചതിവ് നിറഞ്ഞ കുഴികളിൽ അകപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കുറെ കൂടി വിവേകം പ്രകടിപ്പിക്കണമായിരുന്നു. മറിയമെന്ന അമ്മ തരുന്ന ഏറ്റവും വലിയ ഒരു മാതൃക അതാണ്. ശരിക്കും മുമ്പിൽ നിൽക്കുന്ന ദൈവദൂതനോടും ദൈവത്തോടും പോലും ഇതെങ്ങനെ സംഭവിക്കുമെന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മളെ പാകപ്പെടുത്തുന്നുണ്ട്. നല്ല ചോദ്യങ്ങൾ നല്ല മനസ്സുകളിൽ നിന്ന് വരട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.